ഹലോ, ഇന്ന് നമുക്ക് ഹെന്നയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് പഠിച്ചാലോ. ആദ്യം നമുക്ക് തിൻ ലൈൻസിൽ നിന്ന് തുടങ്ങാം. തിൻ ലൈൻ വരയ്ക്കാൻ ഒരു പോയിന്റിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുക. അതേപോലെ തന്നെ അത് പൊക്കിയിട്ട് നമുക്ക് എങ്ങോട്ടാണോ വരയ്ക്കേണ്ടത് അങ്ങോട്ടൊന്ന് നീട്ടി ലൈൻ വരച്ചു കൊടുക്കാം. ലൈൻ വരയ്ക്കുമ്പോൾ ഒരേ പ്രഷറിൽ ഞെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ പോലെ ഇങ്ങനെ ഡോട്ട് വരാൻ ചാൻസ് ഉണ്ട്, ഗ്യാപ്പ് വരാൻ. പെർഫെക്റ്റ് ലൈൻ കിട്ടണമെങ്കിൽ ഒരു പോയിന്റ് ഞെക്കിയിട്ട് അതേപോലെ തന്നെ ഒരേ പ്രഷറിൽ ഞെക്കി കഴിഞ്ഞാൽ കറക്റ്റ് ലൈൻ കിട്ടും. കണ്ട, ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കാൻ. പിന്നെ തിക്ക് ലൈൻ വരയ്ക്കാൻ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക, താഴെ ഇതേപോലെ തന്നെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ആ നടുക്കിലത്തെ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരേ പ്രഷറിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരേ അളവാവില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈൻ കിട്ടില്ല. ഒന്നും കൂടി കാണിച്ചു തരാം. ഒരു ലൈൻ വരയ്ക്കുക, താഴെ വീണ്ടും ഒരു ലൈനും കൂടി വരയ്ക്കുക പാരലായിട്ട്. അതിൻ്റെ നടുക്കി കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം, അപ്പോൾ കറക്റ്റ് ലൈൻ കിട്ടും. പിന്നെ നമുക്ക് കർവ് ലൈൻസ് പഠിക്കാം. അതിന് ഇതേപോലെ തന്നെ ഒരു പോയിന്റിൽ തൊടാം. ആ പോയിന്റിൽ നിന്ന് നമുക്ക് എങ്ങോട്ടൊക്കെയാണോ കർവ് വേണ്ടത് അതേപോലെ നമുക്ക് ഒന്ന് ഓടിച്ചു കൊടുക്കാം. കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. കൈ ജസ്റ്റ് അതിനനുസരിച്ച് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കർവ് ലൈൻ കിട്ടും. ഇനി സിക്സാക്ക് ലൈൻ വരയ്ക്കാം. അത് സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ചുമ്മാ ഒന്ന് കുത്തി വരയ്ക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ചു കൊടുക്കാം. അതേപോലെ നമുക്ക് എന്തോരം സ്ഥലത്തിട്ട് വേണോ അത്രയും വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഡോട്ട്സ് പ്ലസ് ലൈൻ വരച്ചപ്പോൾ എൻ്റെ കുറേ ഗ്യാപ്പ് വന്നേക്കണണ്ട. അത് ഞാൻ ഒരേ പ്രഷറിൽ ഞെക്കാത്തതുകൊണ്ട് വന്നേക്കണെയാണ്. പേപ്പറിൽ വരയ്ക്കണോണ്ട് തന്നെയും അതിൻ്റേതായിട്ടുള്ള, ഞാൻ ആദ്യമായിട്ടാണ് വരയ്ക്കണത്, അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഡോട്ട് വരച്ചു കൊടുക്കാം. അതിൽ ഡോട്ട് വരയ്ക്കുമ്പോൾ ആ ലൈനിൻ്റെ സെൻറ്ററിലായിട്ടുള്ള രീതിയിൽ നമുക്ക് എവിടെയാണോ ഡോട്ട് വരയ്ക്കേണ്ടത് അവിടെ ഇട്ട് ആ ഒരു പോയിന്റിൽ കുത്തിയിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്തോരം വലിയ റൗണ്ടാണ് വേണ്ടത്, ആ ഡോട്ടാണ് വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഡോട്ടാണെങ്കിൽ അത്രയും പ്രസ് ചെയ്ത് കൊടുക്കുക, വലുതാണെങ്കിൽ അത്രയും പ്രസ് ചെയ്ത് കൊടുക്കുക. വേറൊരു ലൈനും കൂടി വരച്ചു. വീണ്ടും ഒരേ അളവിൽ ഇതാക്കാൻ നമ്മൾ ആ അളവനുസരിച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എവിടെയാണ് വരയ്ക്കേണ്ടത് അവിടെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ സർക്കിൾസ് ലൈൻ വരയ്ക്കാൻ സർക്കിൾസ് കുറേ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് സർക്കിൾസ് വരയ്ക്കുക, കൂട്ടിച്ചേർത്ത് വരച്ചു കൊടുക്കുക. എന്തോരാണ് വേണ്ടത്, എന്തോരം നീളത്തിലാണ് വേണ്ടത് അത്രയും നീളത്തിൽ നമുക്ക് സർക്കിൾസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഓരോ സർക്കിൾ ഇടവിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഡോട്ട് വരച്ചില്ലേ അതേപോലെ തന്നെ ആ സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത്രയും മതി. അപ്പോൾ ആ റൗണ്ട് നിറയണ വരെ വരുമ്പോൾ നമുക്കൊന്ന് നിർത്തി കൊടുക്കാം പ്രസ് ചെയ്യൽ. പിന്നെ വീണ്ടും ചെറിയൊരു സർക്കിളും കൂടി വരയ്ക്കാം. അതായിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കാം ഓരോ ഇടവിട്ട്. നമുക്ക് സർക്കിൾ വരയ്ക്കാൻ ഒരു എളുപ്പവഴി ഉണ്ട് കേട്ടോ, ബിഗിനേഴ്സിനാണെങ്കിൽ. ഒരു പ്ലസ് പോയിന്റ് വരയ്ക്കാം. എന്നിട്ട് ആ ഓരോ പോയിന്റിൽ കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് ചെറിയ സർക്കിൾ വരയ്ക്കും, പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോ ക്ലാസ്സസ് ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം. അപ്പോൾ ഓക്കെ, ബൈ.